ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ഫസിയസൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസമായില്ലേ ഞാൻ ഷോർട്സും അതുപോലെ ലൈവും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. കഴിഞ്ഞ ഒരു 17 ദിവസത്തോളമായിട്ട് നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ ഇക്കാൻ്റെ സർജറിയായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലൈവിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര സമയം പിടിക്കുന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുൻപ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു പൂച്ച കുറുകെ ചാടിയതായിരുന്നു ബൈക്കിൻ്റെ. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ പെട്ടെന്ന് വണ്ടി സ്കിഡായി മറിഞ്ഞു. കാൽമുട്ടിൻ്റെ ഒരു എല്ല് പൊട്ടി. അപ്പോൾ അതിന് കമ്പിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് ചെറിയൊരു ഇൻഫെക്ഷനും അതുപോലെ നല്ല വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി കാണിച്ചു. മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. നമ്മുടെ ജേക്കബ് സാറാണ് നമ്മളെ സർജറി ചെയ്തത്. നമ്മുടെ ഷെറിൻ ഐസക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. സാർ റിട്ടയർഡായി. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജേക്കബ് സാറിനെ ആയിരുന്നു. അപ്പോൾ സാറ് ശരിയല്ല, നമുക്ക് ഇൻഫെക്ഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ നമുക്ക് കമ്പി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയി അഡ്മിറ്റ് ആവാൻ പോയത്. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അന്നാ ലൈവ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അവിടെ നമുക്ക് വാർഡിലേക്കൊന്നും അന്ന് മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വാർഡിലേക്ക് മാറിയത്. പിന്നെ ഒരു 10 ദിവസത്തോളം നമ്മൾ അവിടെ ഇൻഫെക്ഷൻ്റെ ഇഞ്ചക്ഷനും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 11ാമത്തെ ദിവസമാണ് നമ്മൾ സർജറി ചെയ്തത്. അത് കഴിഞ്ഞൊരു 4 ദിവസം ആയപ്പോൾ തന്നെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ഈ കുറച്ച് ദിവസങ്ങൾ ഈ ഹോസ്പിറ്റൽ ഡേയ്സ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഓർമ്മകൾ, ഒരിക്കലും മറക്കാത്ത കുറേ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഓരോ അനുഭവങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനൊരു വീഡിയോ ചെയ്തതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെടിക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2ാം വാർഡിലായിരുന്നു. അവിടെയാണ് ഓർത്തോൻ്റെ 2ാം വാർഡിൽ. ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി ആ ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്താ പറയുക, ചുറ്റുമുള്ള വാതിലുകൾ, ജനൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒരുമാതിരി ഭയങ്കര സൗണ്ടിൽ അടയുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബിൽഡിംഗ് ആണെങ്കിൽ, നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഒരു കുലുക്കം നമുക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും പേടിച്ചു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. ഭൂമി കുലുക്കമാണോ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഉള്ളൊരു ആവലാതിയിലായിരുന്നു എല്ലാവരും. കുറേ ആളുകൾ ഇറങ്ങി ഓടാൻ തുടങ്ങി. കാരണം അമ്മാതിരി ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങളങ്ങനെ അന്വേഷിച്ചു. എന്താ പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു. പിന്നെ അവിടുത്തെ സാറുമാരുടെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ആ ഒരു സംഭവം അനുഭവപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഒരു വിഭ്രാന്തി ഉണ്ടാവുമല്ലോ. കാരണം ആക്സിഡൻ്റ് ആയിട്ടും എണീച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു ആ വാർഡിലും, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിലൊക്കെ ആയിട്ട്, പല ബിൽഡിങ്ങിലായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ സാറ് പറഞ്ഞു, അടുത്തൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് നമ്മുടെ തിരുവമ്പാടിൻ്റെ ഈ പടക്ക നിർമ്മാണശാലയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ തിരുവമ്പാടിൻ്റെ പടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ ആ ഒരു ഭീകരതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതായിരുന്നു നമുക്കിവിടെ സംഭവിച്ചത് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇങ്ങനെ ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലവും നമ്മൾ മെഡിക്കൽ കോളേജായിട്ട് കുറച്ച് വ്യത്യാസമുള്ളൂ, ഒരു 3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ
അവിടെ നടന്നൊരു സംഭവത്തിൻ്റെ ഈ ഇത്രയും ഒരു ഇതിൽ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടന്നത് എന്തായിരിക്കും, ആ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടാനേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ആ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. കാരണം എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇത് ഭൂമി കുലുക്കാണെന്നുള്ളതും ചിന്തിക്കുന്നുണ്ട്, അല്ലാതെ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇതാണോ നമുക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ആരും പേടിക്കണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരാൻ തുടങ്ങി. തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ് മുളങ്കുന്നത്താവ്. അവിടെയായിരുന്നു നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓപ്പറേഷൻ ചെയ്തതൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആംബുലൻസുകൾ വരുന്നു. അന്ന് ഇക്കാക്ക് നടക്കാൻ പറ്റുമായിരുന്നു, കാരണം അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. കാണാൻ പറ്റില്ല ഒരു കാരണവശാലും. കാരണം ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ട്. കാരണം അവരിനെ കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. ഇങ്ങനൊരു സംഭവം. പിന്നെ ഒന്നാമത് ചൂട്, പിന്നെ എന്ത് കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതും അറിയില്ല. ഒരുപാട് മനുഷ്യന്മാർ, ഒരുപാട് പാവപ്പെട്ട ആ പണിക്ക് പോകുന്ന എന്താ പറയുക, എത്രയോ ബുദ്ധിമുട്ട് സഹിച്ചിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയില്ലാതെയും അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ പണി ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. എവിടെ നിന്നാണ് അതിലൊരു മിസ്റ്റേക്ക് വന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് ജീവനുകൾ അന്ന് പൊലിഞ്ഞു. അത് കൊണ്ടുവരുന്ന ആ ഒരു ചാക്കിലൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രംഗമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടി കരഞ്ഞുപോയി ആ സമയത്ത്. ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു സംഭവത്തിൽ കുറേ ജീവനുകൾ പോയി. കുറേ പേര് ഇപ്പോഴും ഒന്നോ രണ്ടോ പേര് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന സമയത്തും 1, 2 പേരൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേര് അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറേ പേര് മരിച്ചു. ഞങ്ങൾ വരുന്നതിൻ്റെ ദിവസം രാവിലെയാണ് ഒരു 30 വയസ്സായ ഒരു ചെക്കൻകുട്ടി മരിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു വാർഡ്, ഈ തീപ്പൊള്ളിയ ആളുകളെ കൊണ്ടുവന്നൊരു വാർഡ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ് ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടിൽ നിലവിളിയും ഇതൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ വാർഡാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അത് നമുക്ക് ചെവിയിലൊരു മുഴക്കം പോലെയാണ്. ശരിക്കും ഈ ഇടിമുഴക്കം എന്ന് പറയുന്ന പോലെ നമുക്ക് അവരുടെ ആ ഒരു കരച്ചിലും അവരുടെ ആ ഒരു സൗണ്ടൊന്നും നമുക്ക് ഒരിക്കലും എനിക്ക് എന്താ പറയുക, ഹോസ്പിറ്റലിൽ പോയ ആ ഒരു സമയം മുതൽ തന്നെ എന്താ പറയുക, ഓരോ ദിവസം ഓരോ തരത്തിലും ഈ കുട്ടികളുടെ പാമ്പ് കടിച്ചിട്ട് പാമ്പിൻ്റെ ഒരു ഭീതി, വീട്ടിൽ കുട്ടികളാക്കിയിട്ട് പോയിട്ട് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഇടയിൽ 2 സഹോദരങ്ങൾ അവർക്ക് പാമ്പ് കടിയേറ്റത്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആ ഒരു കുറേ ദിവസങ്ങൾ മൈൻഡ് ഒരു മാതിരി അവസ്ഥയായിരുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട് ടെൻഷനും വിഷമവും ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്ക്. പിന്നെ അതിനിടയ്ക്ക് കുറേ ആനൻ്റെ കുറേ പ്രശ്നങ്ങൾ, പറഞ്ഞു മൊത്തത്തിലൊരു മൈൻഡ്, ഒന്നാമത് ഓപ്പറേഷൻ്റെ ടെൻഷനും കാര്യങ്ങൾ, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ ഒരു ടെൻഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഈ പാമ്പ്, ആന എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു മൈൻഡ് ഒരു മാതിരി അവസ്ഥയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യന്മാരുടെ ജീവന് അവരുടെ തൊഴിലാണ് അതെങ്കിൽ കൂടെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് വേറെ ഏതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ആ ഒരു രീതിക്ക് പോവുക. ആനനെ ആയാലും ഇപ്പം അത്രയും നിങ്ങൾക്ക് അത് ഇല്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ ഒരെണ്ണത്തിനെയൊക്കെ കൊണ്ടുവരിക. കാരണം ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഈ 2, 3 എണ്ണത്തിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏതിനാണ് എന്ത് സംഭവിക്കുക എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്കറിയില്ല ഇതിൻ്റെ ഒരു ഇതൊന്നും, എങ്കിലും പറയാണ് ഒരു ജീവൻ എന്ന് പറയണത്. ഇപ്പോൾ അടുത്ത് പാപ്പാമാർ 1, 2 പേര് മരിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം കൊണ്ടാണ് നമ്മളിത് പറയണത്. ഒട്ടും എന്താ പറയുക,
അതില്ലാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ പടക്കം ഇതുപോലുള്ള കാര്യങ്ങളും അതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഞാൻ അന്നും പറഞ്ഞു വീഡിയോ ചെയ്തപ്പോൾ, ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല. കാരണം ഇപ്പോൾ എത്ര നഷ്ടങ്ങൾ സംഭവിച്ചു, എത്ര കുടുംബങ്ങൾ പോയി, അല്ലെങ്കിൽ എത്ര എന്താ പറയുക, ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. അപ്പോൾ അതാണ് പറയണത്, ഇനിയെങ്കിലും ഇനിയുള്ള കാലത്തെങ്കിലും ഇത് ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ നോക്കുക. ആനനെ ആയാലും ശരി ഒക്കെ ഇതാക്കുക. അതുപോലെ തന്നെ ചൂട് സമയമാണ്, പാമ്പും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പേടിയാണ്. എനിക്ക് അറിയാലോ, ഈ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നേരത്തെ ഒരു പാമ്പ് കിട്ടിയതാണ്. ഒരാഴ്ചത്തോളം നമ്മുടെ വീട്ടിൽ കിടന്ന് വട്ടത്തിരിഞ്ഞിട്ട് ലാസ്റ്റാണ് നമുക്കത് പിടിക്കാൻ സാധിച്ചത്. പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ആൾ നമ്മുടെ വീട്ടിൽ താമസം ഉണ്ടായിരുന്നു. രാത്രി സഞ്ചാരമായിരുന്നു. എന്താ പറയുക, രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ചുമരിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ള കളറിൽ ഈ ഉപ്പുപൊടി പോലുള്ളൊരു കാഷ്ടമാണ് അത് സംഭവം, അവരുടെ ഒരു ഉപ്പുപൊടി പോലെ. ഞാനൊക്കെ വിചാരിച്ചത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പക്ഷികളെങ്ങാനും വന്നിരുന്നിട്ട് ഇനിയിപ്പോൾ കാഷ്ടമിട്ടതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഇക്ക അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇക്ക വാക്കറിൽ മെല്ലെ നടക്കാൻ തുടങ്ങിയ സമയത്ത് റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അന്നവിടെ തലവേദനയായിട്ട് താഴത്ത്, ഈ പാമ്പ് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു തലവേദന എടുത്തിട്ട്. അപ്പോൾ ഇക്ക വിളിച്ചു കുറേ പ്രാവശ്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ എണിച്ച് പോയപ്പോൾ കാണിച്ചു തന്ന്. പിന്നെ ലാസ്റ്റ് നമ്മുടെ അടുത്തുള്ള സേതുവേട്ടനും പിന്നെ രാജേട്ടൻ, പിന്നെ നമ്മുടെ അടുത്ത് ചെറുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബ്രദർ, അവൻ എല്ലാവരും കൂടിയിട്ടാണ് അതിനെ വലിച്ചിട്ട് എന്താ പറയുക, അങ്ങനെ അതിനെ എന്താ പറയുക, തല്ലി കൊന്നു. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, എന്ത് പാമ്പാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് അന്ന് ചെയ്തത്. ഓക്കെ. അതിനുശേഷം 1-2 പ്രാവശ്യം കണ്ടു. പിന്നെ ചേരയൊന്നും കണ്ടാൽ പക്ഷെ അത് ഇത്തിരി വിഷം കൂടിയതാണെന്ന് തോന്നുന്നു എനിക്കന്ന് അങ്ങനെ കണ്ടത്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല, കാണാതിരിക്കട്ടെ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെഡിക്കൽ കോളേജിലെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതിച്ചോറ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത്രയും ദിവസം നിന്നു, ഉച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൂടെ പോയി. പിന്നെ എന്താ പറയുക, ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല എന്താ കാലാവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുറേ കയ്യിൽ കൂടെ പോയി. പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് പൊതിച്ചോറ്, പിന്നെ വൈകുന്നേരത്ത് കഞ്ഞി, കറി എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബ്ലഡൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓപ്പറേഷൻ ടൈമിൽ 2 ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ ടൈമിൽ ഇതുപോലെ 2 ബ്ലഡ് സംഘടിപ്പിച്ചു. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ സഹായിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം സഹായിച്ചത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് നമ്മുടെ സന്തോഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് DYFIൻ്റെ നമുക്കവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന ഏട്ടനാണ്. കുറേ പേരുണ്ട് കേട്ടോ, അവൻ്റെ എല്ലാവരുടെയും പേരും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എങ്കിലും എനിക്ക് ഈ ഒരു 3-4 വർഷമായിട്ട് പരിചയം മീൻസ് നമ്മളവിടെ പോണ സമയത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഏട്ടനാണ്. അപ്പോൾ സന്തോഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു ഇതാണ്. കാരണം അന്ന് ഇതുപോലെ ഞാൻ ബ്ലഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നറിയാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് ഏട്ടനാണ് നമുക്ക് നല്ല കേട്ടോ, അവിടെ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോൾ ഏട്ടൻ ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് ആവശ്യമുള്ള ബ്ലഡ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാക്കി കഴിഞ്ഞാൽ ഏട്ടൻ എഴുതി കൊണ്ടുപോയി പിറ്റേ ദിവസം വരുമ്പോൾ അത് ഓരോരുത്തർക്കുള്ള ആളുകളെ അവർ കൊണ്ടുവരും. ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ്, DYFIൻ്റെ കുറേ ചെക്കന്മാരുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് വരിക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏട്ടൻ തന്നെയാണ് 2 ആളിനെ സംഘടിപ്പിച്ച് തന്നത്. അതുപോലെ ഈ പ്രാവശ്യം ബ്ലഡ് ആവശ്യം വന്നു, 2 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 1 നമുക്ക് കൊടുത്തത്. കാരണം ആ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറാണ് നമുക്ക് ബ്ലഡ് തന്നത്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡാണ് നമ്മൾ കൊടുത്തത്. അത് ആൾക്ക് കയറ്റുകയും ചെയ്തു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ബ്ലഡ് കുറവായപ്പോൾ അത് കയറ്റേണ്ടി വന്നു, കയറ്റി. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം ഫുഡിൻ്റെ രീതിയിലായാലും ശരി, എന്നും നമുക്കിപ്പോൾ പൈസ കൊടുത്ത് ഡെയിലി നമുക്ക് ഇത്രയും ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കത് മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയൊരു സമാധാനം തന്നെയാണ് ഈ പൊതിച്ചോറെന്ന് പറയുന്നത്.
ആശ്വാസം തന്നെയാണ് ഈ പൊതിച്ചോറായാലും, അതുപോലെ വേറെ കുറേ ബെഡ്, അതുപോലെ തന്നെ അവിടുന്ന് ജയിലുകാരുടെ വക, ഏത് ജയിലാണെന്ന് എനിക്കറിയില്ല. അവിടെ അടുത്ത് വിയ്യൂരാണുള്ളത്. അവരുടെയാണെന്ന് തോന്നുന്നു. ഒരു ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ ചപ്പാത്തി, ഒരു ഒരു പാക്കറ്റ് ചപ്പാത്തി 10 എണ്ണം ഉണ്ടാവും. അതിൽ തന്നെ ഉള്ളിക്കറി, മുട്ടക്കറി അങ്ങനെ ഉണ്ടാവും. അതെല്ലാം കൂടെ 50 രൂപയെ വരുന്നുള്ളൂ. 10 ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും കൂടി 50 രൂപ. 10 ചപ്പാത്തി മാത്രമാണെങ്കിൽ 30 രൂപ അങ്ങനെ കേട്ടോ. അതും കുഴപ്പമില്ല. അതുപോലെ വൈകുന്നേരത്ത് കഞ്ഞി കൊണ്ടുവരുന്നുണ്ട്. കഞ്ഞിയും അതിനെന്തെങ്കിലും കറി ഉണ്ടാവും. അതൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമല്ല കേട്ടോ. അതൊക്കെ അവിടെ അവർ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ചുടുവെള്ളം, കരിഞ്ഞാലി വെള്ളമോ റോസ് കളർ വെള്ളമില്ലേ അത്, ചുടുവെള്ളം, അങ്ങനെ കുറേ പേരുടെ ഒരു കഠിനമായ ഒരു പ്രയത്നം, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ്, അത് അവിടെ കിടക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ കുറേ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നോക്കുന്ന ഡോക്ടർ ജേക്കബ് സാറ് റിട്ടയർഡായി. ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സാറിൻ്റെ റിട്ടയർമെൻറ്റും കാര്യങ്ങളും. പക്ഷെ അത് കഴിഞ്ഞ് സാറ് കുറച്ച് ദിവസം വന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ അവരുടെ അസിസ്റ്റൻ്റായിട്ടുള്ള ഡോക്ടർമാർ കുറേ പേരുണ്ട്. എല്ലാവരും നല്ല സ്വഭാവമാണ്. ശരിക്കും നമ്മുടെ കൂടപ്പിറപ്പുകളുടെ പോലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ശരിക്കും അതൊരു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് കുറച്ച് നമുക്ക് ഇടങ്ങേറുണ്ടാവുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല സഹോദരങ്ങളെ പോലെ തന്നെ. അതുപോലെ അഫീഫ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു, കോഴിക്കോട്, നമ്മുടെ രാമനാട്ടുകാരെയുള്ള ഒരു സാറാണ്. സാറൊക്കെ എങ്ങനെ പറയാം, അങ്ങനെ ആവണം ഡോക്ടർമാർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഡോക്ടറാണെങ്കിൽ ജേക്കബ് സാറാണെങ്കിലും, അതുപോലെ നമ്മുടെ അസിസ്റ്റൻറ്റ് എല്ലാവരുടെയും പേരറിയില്ല. അഫീഫ് സാറിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. ദൈവം സഹായിച്ച് അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി നല്ല രീതിയിൽ നല്ല ഡോക്ടർമാരായിട്ട് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ പറയുക, ചികിത്സയും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവട്ടെ. നല്ല ഡോക്ടർമാരായി അവർ വളരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും അവർക്ക് നേരെയാണ്. അപ്പോൾ ഒരു ഡോക്ടറായാലും നേഴ്സായാലും ഒക്കെ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളോട് പെരുമാറുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡോക്ടർമാരെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇപ്പോൾ കണ്ട. സിസ്റ്റർമാരാണെങ്കിലും എല്ലാം നല്ല ഇതായിരുന്നു. മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞിട്ട് വേറെ ഇതൊന്നും, വൃത്തിയായാലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വാർഡിൽ തന്നെയായിരുന്നു, നമ്മൾ റൂമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് നമ്മളുടെ ഹോസ്പിറ്റൽ ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു ഇത് പോയത്. അപ്പോൾ ഇനി 3 ദിവസം കൂടുമ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ ഡ്രസ്സിങ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി എനിക്ക് ഇനി 6-ാം തീയതി ആയിട്ട് എൻ്റെ ഉമ്മാക്കൊരു സർജറി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ സർജറി കഴിഞ്ഞ് എത്ര ദിവസം നിൽക്കേണ്ടി വരും എന്നറിയില്ല. അത് പാലക്കാട് വെച്ചിട്ടാണ്. അത് എറിഞ്ഞിൻ്റെ ചെറിയൊരു പ്രശ്നം, വേറെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഉമ്മാക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇത് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കൂടെ കുറച്ച് ദിവസം പാലക്കാട് ഹോസ്പിറ്റലിലുണ്ടാവും. അത് കഴിഞ്ഞ് വന്നിട്ട് 9-ാം തീയതിയാണ് നിക്കാനും കൂടെ സ്റ്റിച്ച് വെട്ടാൻ പോകണം. 45ഓളം സ്റ്റാപ്ലെയർ ഉണ്ട്. കാരണം ആദ്യത്തെ ഓപ്പറേഷനേക്കാളും കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട് മുറികൾക്ക്. കമ്പി കാരണം ഇട്ടിട്ട് 3 വർഷം ആയതുകൊണ്ട് തന്നെ എടുക്കാൻ അവർ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത്. കുറേ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. പക്ഷേ അവർ ഒരു ചെറിയൊരു തുണ്ട് പോലും ബാക്കി വെക്കാതെ കംപ്ലീറ്റും സ്ക്രൂവും അതിൻ്റെ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 13 സ്ക്രൂ എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ നേരത്തേതിനേക്കാളും സ്റ്റിച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി 9-ാം തീയതി പോയി 45ഓളം സ്റ്റാപ്ലെയർ ഉണ്ട്. അതെല്ലാം നമുക്ക് എടുക്കണം. മുറിയൊക്കെ ഒന്ന് സെറ്റ് ആവണം. പിന്നെ ഈ സ്ക്രൂ എടുത്തതിൻ്റെ ഹോളുകൾ കുറേ ഉണ്ട്. ചെറിയ ഒരു സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ ഒരു മാസം 2 മാസം റെസ്റ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആളുടെ ഡ്യൂട്ടിക്ക് കയറുള്ളൂ. അപ്പോൾ അതുവരെ റെസ്റ്റാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യം ഞാൻ കുറേ കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ശരിക്കും വീഡിയോ ചെയ്തത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്, അറിയാമല്ലോ നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും. അത് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഒരു ഇതിലാണ്. അപ്പം ഇൻഷാ അല്ലാ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് ഞാൻ ഷോർട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈവ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കണ്ടീഷനിൽ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യൽ നടക്കില്ല. ഷോർട്സ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇൻഷാ അള്ളാ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ആദ്യമൊന്നും പോകുന്ന സമയത്ത് ശരിക്കും മെഡിക്കൽ കോളേജിൽ